അപ്പം ഞങ്ങൾ ഇന്ന് ഒരു പാഴ്വസ്തു കൊണ്ട് ഉള്ള ഒരു വിഭവമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പാഴ്വസ്തു എന്ന് വെച്ചാൽ നമ്മൾ ചക്ക മേടിച്ചാൽ നമ്മൾ ചക്ക കൊണ്ട് തെങ്ങിൻ്റെ ഇടയ്ക്കെല്ലാം ഇടുകയോ പാടായി കളയുകയാണ് പതിവ്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ സ്ഥലമില്ല, ആകെ 3 സെൻറ്റ് സ്ഥലമുള്ളൂ. അപ്പോൾ ഇതെന്ത് ചെയ്യും? ചക്ക എന്നാൽ ഞങ്ങൾക്ക് ചുള കഴിക്കാം, പക്ഷേ ഇതും കൊണ്ട് നമ്മൾ വേറെ എന്ത് ചെയ്യാൻ പറ്റും വെച്ചാൽ ചുള എടുത്ത് ഞങ്ങൾ കഴിച്ചു. പക്ഷേ ഈ മടലും പൊല്ലയൊക്കെ എന്ത് ചെയ്യും? അതിന് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്ത് അത് വെട്ടി, ആ പൊല്ല് വെട്ടി ഞങ്ങൾ ഉണക്കി, വെയിലത്തിട്ട് ഉണക്കിയപ്പോൾ ഞങ്ങൾക്ക് ഈ പരുവത്തിൽ കിട്ടി. ഉണക്കി ഒരു ദിവസം വെയിൽ കൊണ്ട് ഉണങ്ങിയപ്പോൾ അതിങ്ങനെ ആയി കിട്ടി. ഇനി ഇതുകൊണ്ട് നമുക്കൊരു പാചകം ചെയ്യണമല്ലോ. അത് ഞങ്ങളിതേ അതും കൊണ്ടൊരു പുതിയ പാചകം അതുകൊണ്ട് ബജ്ജി മോഡലാക്കി ഇതേ കടലമാവ്, അരിമാവ്, കായം, ലേശം മുളക് പൊടി, ലേശം ഉപ്പ് എന്നിട്ട് ഞങ്ങൾ ഈ പരുവാക്കിയെടുത്ത് ഞങ്ങൾ ഇട്ട് ഞങ്ങൾ പൊരിക്കുന്നു. മറ്റേ റൈസ് ബാൻഡ് ഓയിലുണ്ടല്ലോ, തവിടെണ്ണയിലാണ് ഞങ്ങളത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതേ ഏകദേശം മൊരിഞ്ഞ് നല്ല പാചകം ചെയ്തപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു വിഭവമായിട്ട് മാറി. ഞാൻ തിന്ന് കാണിച്ചു തരാം. കൊള്ളാം. ഏകദേശം നമുക്കൊരു കൊള്ളി അരിഞ്ഞ ഉണക്കൂലേ, ഉണക്കിയ കൊള്ളി എടുത്തിട്ട് നമ്മൾ വറക്കൂലേ, ആ ടേസ്റ്റ് ഉണ്ട്. ഇതിനൊക്കെ നന്നായിട്ട് രുചി വരുത്താമെന്ന് തോന്നുന്നു. ഇപ്പോഴും നല്ല രുചിയുണ്ട്. ഏകദേശം വേണ്ട ഇതാണ് സൂപ്പറായിട്ടുണ്ട്. വൈകിട്ട് ചായക്കോ വിരുന്നാർക്കോ ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് കൊടുക്കാം. നമ്മൾ കളയുന്ന ചക്കപ്പൊല്ലയിൽ നിന്നാണ് ഈ ഉൽപ്പന്നം നമ്മൾ ഉണ്ടാക്കിയേക്കണത്. വളരെ നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് മാത്രമല്ല, ഗുണവും കൂടുതലായിരിക്കും. ചക്കരല്ലേ, മോശം വരുമോ? അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കാം. ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ.